ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഇത്രയും വിജയങ്ങൾ സംഭവിക്കുമ്പോഴും നാഷണൽ ബിഗ് ഹെഡ്ലൈൻ ഏതാണ്, അല്ലെങ്കിൽ നാളത്തെ പത്രങ്ങളിലെ എല്ലാം പ്രധാന തലക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ NDAയുടെ മിന്നും വിജയമാണ്. അത് തലസ്ഥാനമാണ്, ഭരണസിരാ കേന്ദ്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും നവകേരള സദസ്സും യാത്രയും ഒക്കെ നടത്തിയ എല്ലാ മന്ത്രിമാരും ഇരിക്കുന്ന തിരുവനന്തപുരം BJP പിടിച്ചിരിക്കുന്നു. അതായത് തല ഇങ്ങെടുത്തു, ഉടലിൽ പലയിടത്തും സാന്നിധ്യവുമുണ്ട്. അപ്പോൾ തല പിടിച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുന്നതിന്, ഉടലിലേക്ക് വരുന്നതിന് അധികം സമയം വേണ്ടിവരില്ല. കോർപ്പറേഷനിൽ BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇന്ത്യ മുന്നണി ഒന്നിച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി ഒന്നിക്കുന്നത് നല്ലതാണ്, കാരണം ക്രോസ് വോട്ടിംഗ് ആയിരുന്നു. അതിപ്പോൾ ഭരണത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണോ NDAക്ക് വോട്ട് ചെയ്യണോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനിച്ചാൽ മതിയല്ലോ. ഇത്രയും കാലം ഒളിച്ചു ചെയ്തിരുന്നത് ഇനിയിപ്പോൾ വെളിച്ചത്ത് ചെയ്യാൻ പോകുന്നു. BJPയെ മാറ്റി നിർത്താനുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് എടുക്കേണ്ട തീരുമാനം അവർക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ വോട്ടുകൾ ഡിവൈഡ് ചെയ്ത് പോവുകയുമില്ല. പാലക്കാട് എന്ത് സംഭവിച്ചു? 2 മുനിസിപ്പാലിറ്റിയാണ് BJP ഭരിച്ചിരുന്നത്. 2 അധികാരത്തിൽ തുടരാൻ സാധിച്ചില്ല. ഇത്രയും കോർപ്പറേഷനുകളിൽ അധികാരത്തിലിരുന്ന LDF പോയതിൽ സങ്കടമില്ലാതെ പാലക്കാടിനെ കുറിച്ചും പന്തളത്തെ കുറിച്ചും പറഞ്ഞതുകൊണ്ട് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അധികാരത്തിലിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും നിർണായകമായ 2 മുനിസിപ്പാലിറ്റി BJPയെ കൈവിട്ടു. 5 കോർപ്പറേഷനുകളിൽ നഷ്ടമായതിന്റെ അത്രയും വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അവിടെ ഇന്ത്യ മുന്നണി എന്താണ് എന്നുള്ളത് കേരളം കാണാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്താൻ UDFന് കഴിഞ്ഞിട്ടില്ല. പന്തളത്താണെങ്കിൽ പന്തളം നഗരസഭയിൽ LDFന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനാണ് സാധിച്ചിരിക്കുന്നത്. അല്ലാതെ ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല.